നമസ്കാരം. വീരപഴശ്ശിയുടെ നാട്ടിലേക്ക് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പോരാട്ടം കൂടി ഇത്തവണ എത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയുടെ മത്സരിക്കാനെത്തിയതാണ് വയനാട്ടിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ദേശീയ ശ്രദ്ധയിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ നരേന്ദ്രമോദിക്കെതിരെ കൈകോർത്ത CPM ആകട്ടെ രാഹുൽ ഗാന്ധിയെ വലിയ വിമർശനത്തോടെയാണ് വയനാട്ടിലേക്കും കേരളത്തിലേക്കും സ്വാഗതം ചെയ്തത്. NDA ആകട്ടെ അവരുടെ സ്ഥാനാർത്ഥി തന്നെ മാറ്റി പരീക്ഷിക്കുന്നു. വയനാട്ടിലെ ഈ തെരഞ്ഞെടുപ്പ് ഇത്തവണ ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമുണ്ടാക്കും, എന്ത് ചലനമുണ്ടാക്കും, അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ഇന്ന് ഈ ചർച്ചയിൽ ചേരുന്നു മലപ്പുറം DCC പ്രസിഡന്റ് ശ്രീ VV പ്രകാശ്, ഒപ്പം തന്നെ കൽപ്പറ്റ MLA-യും മുൻ വയനാട് ജില്ലാ സെക്രട്ടറിയുമായ CK ശശീന്ദ്രൻ, ഒപ്പം BJP-യുടെ ജില്ലാ ജനറൽ സെക്രട്ടറി TG ആനന്ദ്കുമാർ. മൂന്ന് പേർക്കും സ്വാഗതം. ഞാൻ തുടങ്ങുന്നത് VV പ്രകാശിൽ നിന്ന് തന്നെയാണ്. ശ്രീ പ്രകാശ്, രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞതു മുതൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് വയനാട്? ആ ചോദ്യത്തിന് ഇപ്പോഴും പ്രസക്തിയുണ്ട്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കാൻ ആലോചിച്ചു? രാഹുൽ ഗാന്ധിയാണ് ഇന്ന് മതേതര രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി മോദിക്കെതിരെ മുഖാമുഖ സമരം നയിക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഈ പറയുന്ന രാജ്യത്തെ ഈ രാഷ്ട്രീയത്തിന്റെ മുഖ്യ ഫോക്കസ് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തിന് മാത്രമേ ഈ ഒരു മതേതര രാഷ്ട്രീയത്തെ കുറെ കൂടി പ്രചോദിപ്പിക്കാൻ സാധിക്കൂ എന്ന തിരിച്ചറിവോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വവും സാന്നിധ്യവും ദക്ഷിണേന്ത്യയിൽ കൂടി വേണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആഗ്രഹിച്ചത്. 20 സീറ്റുള്ള കേരളത്തെക്കാൾ എന്തുകൊണ്ടും നല്ലതല്ലേ 28 സീറ്റുള്ള കർണാടകത്തിൽ മത്സരിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി ഉണ്ട്. അല്ല, അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കർണാടകയും ഒക്കെ തുല്യമായിട്ടാണ് പരിഗണിച്ചത്. അവിടെ സീറ്റുകളുടെ എണ്ണം നോക്കിയിട്ടല്ല. ഈ 3 സംസ്ഥാനങ്ങൾക്കും ആ ഒരു സ്വീകാര്യതയുള്ള കുറെ കൂടി മറ്റ് പല ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് വയനാട് മത്സരിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനമെടുത്തത്. പിന്നെ മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹവും പാർട്ടിയുടെ അഭ്യർത്ഥനയും ഒക്കെ മാനിച്ചുകൊണ്ട് ഒടുവിൽ അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. ഈ തീരുമാനത്തെ വിവാദമാക്കിയത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. എന്തായാലും തുടക്കത്തിൽ ശ്രീ ശശീന്ദ്രനോട് ചോദിക്കുന്നത്, ഈ പറഞ്ഞ ഒരു വിശദീകരണം തൃപ്തിയാണോ? ആ വിശദീകരണത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. ഒരു വ്യക്തി എന്ന നിലക്കല്ല രാഹുൽ ഗാന്ധിയെ രാജ്യം കാണുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതിസന്ധി ഉയർന്നു വന്ന ഘട്ടത്തിലല്ല ഏറ്റവും ശരിയായ തീരുമാനമെടുക്കുകയും വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അധികാരസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ മതേതര ജനാധിപത്യ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് ഒരു മതേതര ഗവൺമെൻറ് രൂപീകരിക്കണമെന്നുള്ളതാണ്. RSSൻ്റെയും സംഘപരിവാറിൻ്റെയും നിലപാടുകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ആ കേരളത്തിൽ വന്ന് യുദ്ധമുഖം തുറക്കുന്നത് രാഷ്ട്രീയ പാപ്പരീകരണത്തിൻ്റെയും കോൺഗ്രസ് നേരിടാൻ വേണ്ടി പോകുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ തകർച്ചയുടെയും ഉദാഹരണമായിട്ട് അത് മാറും. എന്തൊക്കെയായാലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രൂപീകരിക്കപ്പെടുന്ന ഗവൺമെൻറ് ഇന്ത്യയിൽ ഒരു മതേതര ജനാധിപത്യ ഗവൺമെൻറ് ആയിരിക്കും. തീർച്ചയായും. ശ്രീ TG ആനന്ദ്കുമാർ, എന്താണ് ഈ ഒരു വിമർശനത്തിനുള്ള മറുപടി? താമര വിരിയാത്ത കേരളത്തിൽ എന്തിന് രാഹുൽ ഗാന്ധി എത്തുന്നു എന്നുള്ളതാണ്. നേരത്തെ എൻ്റെ ശശിയേട്ടൻ സൂചിപ്പിച്ചത് കോൺഗ്രസിൻ്റെ ഏറ്റവും ഒരു വിഡിത്തരമായിട്ടുള്ള തീരുമാനമാണ് രാഹുൽ ഗാന്ധിയെ ദക്ഷിണേന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചുവടുറപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ അവസരത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. വടക്കേ ഇന്ത്യയിൽ ഭാരതീയ ജനതാ പാർട്ടിയോട് ഏറ്റുമുട്ടാൻ സാധിക്കാതെ ദക്ഷിണേന്ത്യയിലേക്ക് ദേശാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. വയനാടിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളൊരു തീരുമാനം തന്നെ വയനാട്ടിലെ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഒരു ദേശീയപരമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. ദേശീയപരമായിട്ട് ഒട്ടനവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് കിതക്കുകയാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ശ്രീ ആനന്ദ്കുമാർ, കർണാടകത്തിൽ കോൺഗ്രസിന്റെ സർക്കാരാണുള്ളത്. കേരളത്തിൽ ഒരു സർക്കാർ മാറി, പുതിയ സർക്കാർ വന്നു. കേരളത്തിൽ അത്രയും വേരുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ അത്ര തന്നെ വേരില്ലാത്തൊരു പാർട്ടിയാണ് BJP ഈ ദക്ഷിണേന്ത്യയിൽ. അല്ല, ദക്ഷിണേന്ത്യയിൽ BJP ചുവടുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദക്ഷിണേന്ത്യ കർണാടക BJP ഭരിച്ചിട്ടുള്ള സംസ്ഥാനമാണ്. മറ്റ് ആന്ധ്രയിലും അതേപോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി വളരെ ശക്തമായിട്ടുള്ള അടിത്തറയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ മുഖമുദ്ര. നമ്മുടെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്. മറന്നുകൊണ്ട് സംസാരിക്കരുത്. ഇന്ത്യ ബഹുസ്വരമായ ഒരു സമൂഹത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഭാരതം കെട്ടിപ്പൊക്കിയത്. ഇന്ത്യൻ ദേശീയത മഴവില്ല് പോലെ മനോഹരമാണ്. അതിലെല്ലാ നിറങ്ങളുമുണ്ട്. പക്ഷേ BJPയുടെ അന്തർലീനമായിരിക്കുന്ന ഈ ഏകദേശീയത, അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വർഗീയ അജണ്ട, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്.
അതൊന്നും അനുവദിക്കാൻ പോകുന്നില്ല. തീർച്ചയായും വെല്ലുവിളിച്ചതുകൊണ്ട് അടിസ്ഥാനത്തിൽ, പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ശ്രീ സി കെ ശശീന്ദ്രൻ, ഒരു ചോദ്യമുള്ളത്, എന്തുകൊണ്ടാണ് CPM രാഹുൽ ഗാന്ധിയുടെ വരവിനെ എതിർക്കുന്നത്? RSSനെതിരെ, സംഘപരിവാറിനെതിരെ ഈ കേരളത്തിലായതുകൊണ്ട് പ്രളയം പോലും വന്നപ്പോൾ അർഹതപ്പെട്ട ആനുകൂല്യം പോലും നിഷേധിച്ചത് കേരളമായതുകൊണ്ടാണ്. അങ്ങനെ ഒരു സംസ്ഥാനത്ത് വന്നിട്ട് BJPക്കെതിരായിട്ട് പോർമുഖം തുറക്കുന്നതിന് പകരം, യുദ്ധമുഖം സൃഷ്ടിക്കുന്നതിന് പകരം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട് പലപ്പോഴും BJPയുടെ രാഷ്ട്രീയ നയങ്ങളെ ശക്തമായി എതിർക്കുന്ന ഒരു സംസ്ഥാനമെന്ന നിലക്ക് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് എവിടെയും മത്സരിക്കാം, അതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ഉറപ്പ് പറയുന്നു, ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ആൾക്കാരായിരുന്നു നേതൃത്വത്തിലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമായിരുന്നില്ല കോൺഗ്രസ് വലിയ വില കൊടുക്കേണ്ടി വരും ഇന്ത്യയിൽ. നിങ്ങൾ നോക്കിക്കോ, തെരഞ്ഞെടുപ്പിന് ശേഷം. ഞാൻ പറയാം, കോൺഗ്രസ് ഒരിക്കലും ഇവിടെ വയനാട് കോൺഗ്രസ് മുൻപ് മത്സരിക്കുകയായിരുന്നു. ഇവിടെ ബഹുമാന്യ MLA പറഞ്ഞു, പിന്നെ വ്യക്തി എന്നുള്ള നിലയ്ക്കല്ല, പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് വയനാട് ഇവിടെ തുടക്കം മുതൽ MP ഷാനവാസ് ഇവിടെ MP ആയിരുന്നു. ഞങ്ങൾ ഒഴിഞ്ഞുപോയ പ്രദേശമല്ലത്. ഞങ്ങൾ 1,52,000 വോട്ടിന് ഷാനവാസ് ജയിച്ചു. കഴിഞ്ഞ ഇലക്ഷനിൽ ജയിച്ചു. കോൺഗ്രസ് നിരന്തരമായി മത്സരിക്കുകയും ചെയ്യുന്ന മണ്ഡലമാണ്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെയാണ് കോൺഗ്രസ് ഇവിടെ ഇത് ഞങ്ങൾ മത്സരിക്കാത്ത മണ്ഡലമല്ല, പുതുതായിട്ട് മത്സരിക്കാൻ വരികയല്ല, ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ്. ഒന്ന് ഉത്തരേന്ത്യയിൽ അമേഠിയിലാണ് പിന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. അവിടെ 5 മണ്ഡലങ്ങളാണുള്ളത്. 4 മണ്ഡലത്തിൽ BJPയും 1 SP-യുമാണ് ഇപ്പോൾ MLA. അവിടെ രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ഒരു ഒളിച്ചോടുന്ന രീതിയിലേക്ക് കേരളത്തിലേക്ക് വരുന്നത്. അങ്ങനെയല്ല, എത്ര കർഷക പ്രക്ഷോഭം നടന്നു ഈ കേരളത്തിൽ, അല്ല ഇന്ത്യയിൽ ഈ കാലഘട്ടങ്ങളിൽ. അതിൻ്റെ മുൻപന്തിയിലൊന്നും കാണാതിരുന്ന, അവിടെയൊന്നും ശ്രദ്ധിക്കാതിരുന്ന ഒരു രീതിയിൽ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ, ഞങ്ങൾ മാത്രമല്ല അഭിപ്രായം പറയുന്നത്, എത്രയോ പാർട്ടികൾ ഈ അഭിപ്രായം പറയുന്നുണ്ട്. അത് ഇന്ത്യയിലെ മതേതര ജനാധിപത്യ ബദലുകളെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് വന്നു എന്നുള്ളത് കൊണ്ടാണ്. താങ്കളുടെ പാർട്ടി ഉയർത്തിയിരുന്ന ഒരു വിമർശനം, സ്മൃതി ഇറാനി അടക്കം ഉയർത്തിയിരുന്ന ഒരു വിമർശനം, അമേഠിയിൽ തോറ്റുപോകും, അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അമേഠി വിട്ട് ഓടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാ MLAയും അത് തന്നെ ഒരു സൂചനയായി പറയുന്നു. അങ്ങനെയാണോ? തീർച്ചയായിട്ടും. കാരണം 40 വർഷക്കാലം അമേഠ്യ മണ്ഡലം പ്രതിദാനം ചെയ്ത കോൺഗ്രസ് പ്രസ്ഥാനമാണ്. സഞ്ജയ് ഗാന്ധി മുതൽ, ഇന്ദിരാഗാന്ധി മുതൽ, രാജീവ് ഗാന്ധി മുതൽ പ്രതിദാനം ചെയ്ത ആ മണ്ഡലത്തിൽ 40 വർഷത്തെ ആ മണ്ഡലത്തിൻ്റെ വികസനം ഈ രാജ്യത്ത് ഞങ്ങൾ പരിശോധിക്കും. കുടിവെള്ളമില്ലാത്തൊരു മണ്ഡലം, വിദ്യാലയങ്ങളില്ലാത്തൊരു മണ്ഡലം, അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല. എന്താണ് സ്മൃതി ഇറാനി ഉറി എന്ന ദേശീയപരമായിട്ടുള്ള നമ്മുടെ സർജിക്കൽ സ്ട്രൈക്ക് വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള ആ ഒരു ഫിലിം അവിടെ പ്രദർശിപ്പിക്കണം. സിനിമാ തിയേറ്റർ ഇല്ല, അവിടെ വിനോദ കേന്ദ്രങ്ങളില്ല. അത്ര പിന്നോക്കം നിൽക്കുന്ന ഒരു മണ്ഡലത്തെയാണ് രാഹുൽ ഗാന്ധി അവിടെ പ്രതിദാനം ചെയ്തിട്ടുള്ളത്. ഇവിടെ വയനാട്ടിലേക്ക് അദ്ദേഹം, ഞാൻ പറഞ്ഞു, വയനാട്ടിലേക്ക് ദേശാടനമാണ്. പരാജിത ഭീതി മൂലമാണ് വയനാട് മണ്ഡലം തെരഞ്ഞെടുത്തത്. കാരണം ഇവിടെ ഒരു സുരക്ഷിത താവളം 10 വർഷം ഇവിടെ UDFന്റെ കയ്യിലിരുന്ന മണ്ഡലം എന്ന നിലയിലാണ് അദ്ദേഹം ഇവിടേക്ക് വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നു? ഈ ഒരു ചോദ്യത്തിലുള്ള ഉത്തരമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇക്കാര്യത്തിൽ ഈ 3 പേരോടും ചോദിക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ആകാം. ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുന്നു, വയനാട്ടിൽ മത്സരിക്കുന്നു. സാങ്കല്പികമായിട്ട് ചോദിച്ചാൽ ഈ 2 മണ്ഡലത്തിലും തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഏത് മണ്ഡലം ഉൾക്കൊള്ളും, ഏത് മണ്ഡലം ഉപേക്ഷിക്കും? ആ ചോദ്യത്തിന് ഇപ്പോഴല്ല മറുപടി പറയേണ്ടത്. കാരണം കോൺഗ്രസ് പാർട്ടി നമുക്കറിയാം ദേശീയ പാർട്ടിയാണ്. അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആലോചിച്ചാണ്. അവിടെ പാർട്ടി ആലോചിച്ച് രണ്ട് പ്രദേശത്തോടും നീതി പുലർത്തിക്കൊണ്ട് എങ്ങനെ ഭാവിയിൽ മുന്നോട്ട് പോകണമെന്നതിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് രൂപീകരിച്ചുകൊണ്ട് ഉചിതമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കും. അത് തീർത്തും ആ തീരുമാനം ജനകീയമായിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പം പറയുന്നതിന് ഞാനിപ്പോൾ ഇവിടെ പറയാൻ ആളല്ല എന്ന് നിങ്ങൾക്കും അറിയാം. ഇന്ത്യൻ കോൺഗ്രസ് സമ്മേളനമായിരുന്നു. 1-2 ചോദ്യത്തിൽ കൂടി പോകുന്നു. ഒരു ദേശീയ നേതാവ് മത്സരിക്കാൻ എത്തുമ്പോൾ ലഭിക്കുന്ന മാധ്യമ ശ്രദ്ധ അല്ലെങ്കിൽ ജനശ്രദ്ധ എന്നതിനപ്പുറത്തേക്ക് സാധാരണക്കാരായ വയനാട്ടുകാർ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? വിവിയോടായിരിക്കും ചോദ്യം, അല്ലേ? അറിയാലോ, വയനാട്ടിൽ വളരെ സുസ്ഥിരമായിട്ട് ഉറച്ചു നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മുന്നണിയാണ് UDF. വയനാട് കോൺഗ്രസിൻ്റെ UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. ഇവിടെ നിലവിലുള്ള MP ഉണ്ടായിരുന്നു, അറിയാലോ. അപ്പോൾ അതുകൊണ്ട് അതിനപ്പുറത്തൊരു ദേശീയ നേതാവിനെ മത്സരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഞാൻ വിശദീകരിച്ചു. അതിൻ്റെ രാഷ്ട്രീയമായ കാര്യങ്ങളുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിൽ ഉയർന്ന പ്രധാനമന്ത്രി ആകുമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ മുന്നിൽ കാണുകയും ചെയ്യുന്ന ഒരാൾ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പരിഗണനയുണ്ടാവും.
രാഹുൽ ഗാന്ധി അല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. എന്തിനാണ് സാർ ഇപ്പൊ വന്ന് നോമിനേഷൻ കൊടുത്ത ഉടനെ പറഞ്ഞു പോയത്? രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് അല്ല, ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ഉണ്ടോ? ഉണ്ടല്ലോ. അദ്ദേഹം എങ്ങനെ ഉണ്ടാകും? അദ്ദേഹം പറയാം, ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളോടൊപ്പം ഉണ്ടാകും. പോവുകയാണ് ബാരിക്കേഡിന്റെ പുറത്ത് നിൽക്കേണ്ടി വരും. വോട്ട് ചെയ്ത് ജയിപ്പിച്ചവർ അദ്ദേഹം ബാരിക്കേഡിന് പുറത്ത് നിൽക്കേണ്ടി വരും. വളക്കൂട്ടിന് അപ്പുറത്ത് നിൽക്കേണ്ടി വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ അല്ലല്ല, നിങ്ങൾ പ്രസ്ഥാനത്തെ വ്യക്തികളായി വിലയിരുത്തുന്ന നിങ്ങളുടെ ആ രീതി കൊണ്ടാണ്. രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഗ്രാസ് റൂട്ട് ലെവലിൽ ഓരോ ബൂത്തിലും കമ്മിറ്റികളും സംവിധാനങ്ങളും നമുക്കുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഓരോ അളവിലും അണുവിലും ഇവിടെ ഉണ്ടാവും. അത് എത്തിക്കാനുള്ള സംഘടനാ ശേഷി കോൺഗ്രസിനുണ്ട്, UDF-നുണ്ട്. അതല്ലേ വേണ്ടത് നിങ്ങൾക്ക്? രാഹുൽ ഗാന്ധിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? എന്റെ ബഹുമാനപ്പെട്ട MLA-യോടാണ് ചോദ്യം. അതായത് MLA ഇവിടെ പറഞ്ഞു, UP കഥ പറഞ്ഞു, ബംഗാളിലെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ വോട്ട് വാങ്ങിയിട്ടാണ് കോയമ്പത്തൂരും മധുരയിലും മത്സരിക്കുന്നത് CPM-ന്റെ സ്ഥാനാർത്ഥി. അവിടെ വാങ്ങാൻ യാതൊരു മടിയും കാണിക്കാതെ ഇവിടെ രാഹുൽ ഗാന്ധിയെ എതിർക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിയ പ്രസ്താവനയും CPM-നെ ഞാൻ പരസ്യമായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവർ പറയുമ്പോഴും എന്ന് പറയുന്ന ആ മാന്യതയോടെങ്കിലും നീതി പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? തമിഴ്നാട്ടിലെ കാര്യം എന്താണ്? തമിഴ്നാട്ടിൽ DMK-യും ഞങ്ങളുമായിട്ട് മുന്നണിയുണ്ട്. DMK-യും ഞങ്ങളുമായി മുന്നണിയുടെ ഭാഗമായി DMK-യും കോൺഗ്രസുമായിട്ട് മുന്നണിയുണ്ട്. അങ്ങനെ ഒരു ധാരണ അവിടെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ധാരണയാണ് അവിടെ ഉള്ളത്. കോൺഗ്രസിന് ഇഷ്ടമുണ്ടെങ്കിൽ വോട്ട് ചെയ്താൽ മതി. ഞങ്ങൾ അവിടെ വോട്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നൊന്നുമില്ല. ഞാൻ പറയുന്നത് CPM-ന്റെ കൊടിയും കോൺഗ്രസിന്റെ കൊടിയും ഒന്നിച്ച് കെട്ടിക്കൊണ്ടാണ് പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നിങ്ങളങ്ങ് ഉപേക്ഷിച്ച് വായിക്കാം. CPM-നെ പിന്തുണയ്ക്കുന്ന CPM അല്ല, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. CPM-നെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് എന്തിനാണ് CPM എതിർക്കാൻ കേരളത്തിൽ വരുന്നത്? എന്തിനാ കേരളത്തിൽ വരുന്നത്? അതിനങ്ങോട്ട് വരുന്നത് അവിടെ കോൺഗ്രസിന് അല്ലല്ല, ഞങ്ങളും DMK-യുമായിട്ടേ സഖ്യമുള്ളൂ. നിങ്ങൾ പറയുന്നത് തെറ്റാണ്. നിങ്ങളുടെ ന്യായം തെറ്റാണ്. നിങ്ങൾ പറയുന്നത് തെറ്റാണ്. പ്രകാശ് പറയട്ടെ, ഞങ്ങൾ അലയൻസ് ഉണ്ടെന്ന്. ഞങ്ങൾ അലയൻസ് ഇല്ല. പ്രകാശ് പറയട്ടെ ഉണ്ടെന്ന്. DMK മുന്നണിയുടെ ഭാഗമാണ്. DMK മുന്നണിയിലുള്ള ഒരു കക്ഷിയാണ്. DMK മുന്നണിയിൽ രണ്ട് പാർട്ടികളുമുണ്ട്. പ്രകാശ് പറയട്ടെ അലയൻസ് ഉണ്ടെന്ന്. അതെ, ഒരു സെക്കൻഡ്. അവിടെ അലയൻസ് ഉണ്ട്. ഈ രാജ്യത്തെ ജനങ്ങൾ എല്ലാ ദൃശ്യമാധ്യമങ്ങളും കാണുന്നവരാണ്. കോൺഗ്രസും CPM-ഉമായിട്ട് പരസ്യ ധാരണയിലാണ്. DMK-യുമായിട്ടാണ് CPM അലയൻസ് ഉണ്ടായിരിക്കുന്നത്. DMK-ആയിട്ട് കോൺഗ്രസും ബന്ധമുണ്ട്. അക്കാര്യത്തിൽ തർക്കമില്ല. ആ DMK-യുമായിട്ട് ധാരണയുടെ അടിസ്ഥാനത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാത്ത ധാരണ അവിടെയുണ്ട്. അതിലപ്പുറത്ത് വേറൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ ആളുകളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നതിന് അർത്ഥമില്ല. തമിഴ്നാട് DMK നമുക്കറിയാതെ അവിടെ സൗകര്യം ഉണ്ടെങ്കിൽ വോട്ട് ചെയ്താൽ മതി. ഒരു ചോദ്യം, ആരോടാണ് ചോദ്യം? ഞങ്ങൾ ഒരാളെയും പ്രധാനമന്ത്രിയായിട്ട് കാണിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിന് എതിർത്ത് പടവലങ്ങ പോലെ താഴേക്കാ പോണത്. വേറെ വിഷയം. നിങ്ങളിപ്പോ 49% ഭൂരിപക്ഷ സമുദായക്കാരുള്ള മണ്ഡലം, 28% മുസ്ലിങ്ങളുള്ള മണ്ഡലം, 20% ക്രിസ്ത്യാനികളുമുള്ള ഈ മണ്ഡലത്തിലെ വോട്ടർമാർ, ഇത്രയും വോട്ടർമാരുണ്ട് ഇവിടെ. 28% മുസ്ലിങ്ങൾ, 20% ക്രിസ്ത്യാനികൾ, 49% ഭൂരിപക്ഷ സമുദായക്കാർ. അങ്ങനെയുള്ള ഒരു മതേതരത്വ മണ്ഡലത്തിൽ നിങ്ങൾ എന്തുകൊണ്ട്, ഒരു മതേതരത്വ ഇന്ത്യയിൽ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരു ദേശീയ നേതാവിനെയോ അറിയപ്പെടുന്ന നേതാവിനെയോ രാഹുലിനെ എതിരിടാൻ നിർത്തുന്നില്ല? പരാജയഭീതി കൊണ്ടാണോ? അല്ലല്ലോ, ഞങ്ങൾ വളരെ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതാണ്. സ്ഥാനാർത്ഥിയുടെ പേരും കാര്യമൊന്നുമല്ല വലുത്, അത് ഉപയോഗിക്കുന്ന നയങ്ങളാണ് വലുത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം ഒരു സാധാരണ നേതാവിൽ നിന്ന് രാഹുൽ ഗാന്ധി പരാജയപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവും. ഒരു കാര്യം കൂടിയുള്ളത്, ഇവിടെ ഒരു ചോദ്യത്തിനിടയിൽ വന്ന ഒരു പരാമർശം, അതിനെക്കുറിച്ചിട്ട് MLA-യോട് ഒരു ചോദ്യമുണ്ട്. അതായത് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യം, CPM രാഹുൽ ഗാന്ധിയെ എത്ര കടന്നാക്രമിച്ചാലും ഏത് രീതിയിൽ ആക്രമിച്ചാലും രാഹുൽ ഗാന്ധി അതിന് മറുപടി പറയാനില്ല, അതെല്ലാം സ്വീകരിക്കാൻ തയ്യാറാണ്, CPM-നെതിരെ ഒരു വാക്ക് പോലും പറയില്ല എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം. അതിനെ എങ്ങനെ കാണുന്നു? എന്താണ് അതിനുള്ള മറുപടി? ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ തീരുമാനമെടുക്കുന്നതിന് പകരം
അപക്വമായ രാഷ്ട്രീയ തീരുമാനമെടുത്ത മനസാക്ഷിക്കുത്താണ് അത് പറയിപ്പിച്ചത്, വേറൊന്നുമല്ല. അതിന്റെ നന്മ കാണാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പറയൂ. നന്മ അതൊരു കാണാനുള്ള ഗാന്ധിയൻ കഴിവില്ലാത്തതല്ല, രാഷ്ട്രീയമാണ്. മനസാക്ഷിക്കുത്താണ്. ഒരു കാരണത്ത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ അങ്ങോട്ട് ഒരു ഫിലോസഫി ഉണ്ട് ഇതിനകത്ത്. കോൺഗ്രസ് ഒരു ഫിലോസഫി നിൽക്കുന്ന പാർട്ടിയാ. കോൺഗ്രസ് രാഷ്ട്രീയം അതാണ്. ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ CPM BJP ആയി മത്സരിക്കാൻ, ത്രിപുരയിൽ ആകെ 2 സീറ്റാണുള്ളത്, അവിടെയും BJP യുമായി മത്സരിക്കാൻ കഴിയില്ല. പിന്നെ എന്തിനാണ് രാഹുൽ ഗാന്ധി വരുമ്പോൾ അസ്വസ്ഥമാകുന്നത്? എവിടെയാ BJP യുമായി CPM ഏറ്റുമുട്ടുന്ന ഒരു സംസ്ഥാനം പറഞ്ഞത്? ദേശീയ രാഷ്ട്രീയത്തിൽ BJP-യുമായി CPM ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളെ കുറിച്ച് CPM-ന് സ്വാധീനമുള്ള ഒരു പ്രദേശമായിരുന്നു കോൺഗ്രസ് ത്രിപുര. ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്ന കാര്യത്തിന് ആ ത്രിപുരയിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? ഞങ്ങളെക്കാൾ താഴോട്ട് പോയി. ഞങ്ങളെക്കാൾ താഴോട്ട് പോയി. പഴയ കോൺഗ്രസ് MLA-മാരെല്ലാം BJP-യുടെ MLA മാറി. ഞങ്ങൾ അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. നിങ്ങളുടെ MLA-മാർ BJP പോയി. വ്യക്തികളുടെ കൂറുമാറ്റത്തെ കുറിച്ച് വിലയിരുത്തണ്ട, അത് അങ്ങോട്ടും പറയണ്ട. അൽഫോൺസ് കണ്ണന്താനം അല്ല, ഞാൻ പറയുന്നത് ഞങ്ങളുടെ ആരും അല്ല, ഞങ്ങൾ പറയാലോ. കോൺഗ്രസിന്റെ വക്താവ് ടോം വടക്കൻ എവിടെ? കർണാടകത്തിലെ SM കൃഷ്ണ എവിടെ? നജ്ബ അബ്ദുള്ള എവിടെ? റീത്ത ബഹൽഗുണ എവിടെ? കോൺഗ്രസിന്റെ നേതാക്കന്മാർ, തലമുതിർന്ന നേതാക്കന്മാരെ ഇവിടെ കണ്ണന്താനം എന്ന് പറയുന്ന ഒരു IAS-കാരൻ ഇങ്ങോട്ട് മാറി എന്നൊരു മത്സരിച്ച് പോയതല്ല. ദേശീയ അടിസ്ഥാനത്തിൽ ഇന്ന് കേന്ദ്ര ഗവൺമെന്റിനകത്ത് BJP-യുടെ MP-മാരായ 175 പേര് കോൺഗ്രസിന്റെ മുൻകാല നേതാക്കന്മാരാ. നിഷേധിക്കാൻ വേണ്ടി പറ്റുമോ? വ്യക്തികളുടെ കൂറുമാറ്റം അല്ല. ഒറ്റ കാര്യം കൂടി, ഒരു ചോദ്യം കൂടി. CPM-ന്റെ തകർച്ചയെ കുറിച്ച് പറഞ്ഞല്ലോ. CPM-ന് 3-2 ഭൂരിപക്ഷത്തോടു കൂടി ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് 42 സീറ്റിലെത്തിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ തകർച്ച അത് മറന്നുകൊണ്ട് 3 സംസ്ഥാനത്തിലുള്ള പ്രസ്ഥാനമാണ് CPM എന്ന് പറയുന്നത്. ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും. പക്ഷേ ഇന്ത്യ മുഴുവൻ ഭരിച്ച 3-2 ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഈ വലിയ പ്രസ്ഥാനം തകർന്നടിഞ്ഞ് 42-ൽ നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന ചെറുവിരലില്ലാത്തവനെ നോക്കിയിട്ട് മുട്ടുംകെട്ടില്ലാത്തവൻ പറയുന്ന അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നതുകൊണ്ട് ഇവിടുത്തെ ഈ വയനാടിന്റെ വിഷയങ്ങൾ മാറിപ്പോകുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന്? വയനാടിന്റെ വലിയ വിഷയങ്ങളുണ്ട്. വയനാട്ടിൽ കർഷകരുടെ പ്രതിസന്ധിയുണ്ട്. വയനാട്ടിൽ ഈ ഉണ്ടായ വെള്ളപ്പൊക്ക കെടുതിയുടെ ഭാഗങ്ങളായുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നു. ഈ പ്രശ്നങ്ങളിൽ നിന്നും വയനാട് നേരിടുന്ന ശരിയായ പ്രശ്നങ്ങളിൽ നിന്നും രാഹുൽ ഗാന്ധിയുടെ വരവ് ആ പ്രശ്നങ്ങൾ പിന്നിലേക്ക് പോവുകയും രാഹുൽ ഗാന്ധിയുടെ വരവ് മാത്രം ചർച്ച ചെയ്യപ്പെട്ടുകൂടി തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന ഒരു ആക്ഷേപമുണ്ട്. രണ്ടുപേരും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പാകുമ്പോൾ അതിനങ്ങനെ ഈ പറയുന്ന ഒരു മതേതരത്വത്തിലേക്ക് രാജ്യത്തെ മടക്കിയെടുക്കേണ്ട ഒരു വലിയ ദൗത്യം കൂടി ഏറ്റെടുത്തുകൊണ്ടുള്ള വരവാകുമ്പോൾ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ ഇവിടെ ഈ സൂചിപ്പിച്ചത് ഇതോടൊപ്പം തന്നെ വയനാടിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഉള്ള ശ്രമങ്ങൾ നടന്നു വരികയും വേണം. MP-യുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. അതിനിടയിലാണ് അദ്ദേഹത്തിന് ദേഹവിയോഗമുണ്ടായത്. എല്ലാവർക്കും അറിയാം. രാത്രികാല നിരോധനം, അതിന് പരിഹാരമുണ്ടാകണം. വളരെ പ്രസക്തമായി നിൽക്കുന്ന നഞ്ചങ്കോട് റെയിൽവേ, അത് നമുക്ക് നിലമ്പൂർ നഞ്ചൻകോട് അതിൻ്റെ കണക്ടിവിറ്റി അത് ശരിയാക്കിയെടുക്കണം. ബദൽ പാത, വയനാടിൻ്റെ ഈ 2 ചുരങ്ങൾക്ക് 2 ചുരത്തിലൂടെ വേണം കടന്നു വരാൻ. നമുക്ക് നിലമ്പൂർ വഴി വരുന്ന ബദൽ പാത സാധ്യതകളുണ്ട്. ഇതൊക്കെ വളരെ അടിയന്തരമായി വയനാടിന് ഉണ്ടാവേണ്ടതാണ്. ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടാകണം. അതൊക്കെ 10 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ കാലം. അതിന്റെ പല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് രാഹുൽ ഗാന്ധിയുടെ വരവ് ഈ വിഷയങ്ങൾ 2 രീതിയിലാണ് ഈ വിഷയങ്ങൾ എടുക്കേണ്ടത്. ഒന്ന്, ദേശീയ രാഷ്ട്രീയം തീർച്ചയായും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നിർത്താം. ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു ദേശീയ നേതാവ് വരുന്നതോടുകൂടി ദേശീയ പരിഗണനയിലേക്ക് വയനാട് കൂടി ഉയരും എന്നൊരു പ്രാധാന്യം കൂടിയുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ വർഗീയതയ്ക്കെതിരെ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ, ഇന്ത്യയിലെ ദളിത് വിനിയോഗങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ആരാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. രണ്ടാമത്തെ വിഷയം, കേന്ദ്രത്തിലൊരു മതേതര ജനാധിപത്യ ഗവൺമെന്റാണ് രൂപീകരിക്കപ്പെടേണ്ടത്. ആ മതേതര ജനാധിപത്യ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എപ്പോഴെല്ലാം പ്രതിസന്ധി ഉയർന്നു വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇടതുപക്ഷം ഏറ്റവും ശരിയായ റോൾ വഹിച്ചിട്ടുണ്ട്. അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും. വയനാടിന്റെ വിഷയങ്ങൾ, വയനാട് കർഷകരുടെയും ആദിവാസികളുടെയും തോട്ടം തൊഴിലാളികളുടെയും ഒക്കെ നാടാണ്. കർഷക പ്രശ്നത്തിൽ വിദർഭയേക്കാൾ കർഷക ആത്മഹത്യ നടന്ന നാടായിരുന്നു വയനാട്. 2001 മുതൽ 2006 വരെ കോൺഗ്രസിന്റെ ഈ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ആഗോളവൽക്കരണ സാമ്പത്തിക നയത്തിന്റെ ഫലമായിട്ട് 3000 കർഷകർ ആത്മഹത്യ ചെയ്ത നാടാണ് ഈ വയനാട്. അത് ഇല്ലാതാക്കിയത് വലിയ പ്രക്ഷോഭങ്ങളുടെയും അതിനുശേഷം വന്നിട്ടുള്ള കാർഷിക കടാശ്വാസ നിയമങ്ങളും എല്ലാമാണ് അത് ഇല്ലാതാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത്. ആ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. രാത്രിയാത്രാ നിരോധനം, കേന്ദ്രത്തിൽ കോൺഗ്രസ്,
കർണാടകയിൽ കോൺഗ്രസ്, കേരളത്തിൽ കോൺഗ്രസ് ഒന്നും ചെയ്തില്ലല്ലോ. ഇന്ത്യയിൽ വികസനം, ആ വികസനമാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. കഴിഞ്ഞ 10 വർഷക്കാലം അത് വയനാട്ടിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ നഷ്ടപ്പെട്ട 10 വർഷം തിരിച്ചു പിടിക്കുക എന്നുള്ള വയനാട്ടുകാരെ സംബന്ധിച്ച്, വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രാധാന്യമുള്ള വിഷയമാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം നേരത്തെ സൂചിപ്പിച്ചത്, മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയോട് തുടുക്കാൻ പറ്റിയിട്ടുള്ള സ്ഥാനാർത്ഥിയെ തന്നെയാണ് NDA രംഗത്തിറക്കിയിട്ടുള്ളത്. അത് യാതൊരു സംശയം വേണ്ട. ഇവിടെ ശശിയേട്ടൻ മുമ്പേ സൂചിപ്പിച്ചു, കോൺഗ്രസ് ഇന്ത്യയിൽ തകർന്നടിഞ്ഞത് 51% ഉണ്ടായിരുന്ന കോൺഗ്രസ് തകർന്നടിഞ്ഞത് കൊണ്ടാണ് അമേഠിയിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നതെന്ന്. അമേഠിയിൽ 15 വർഷം രാഹുൽ ഗാന്ധി തുടരെ ഭരിച്ച ഒരു മണ്ഡലം കൂടാണ്. അതിൻ്റെ അവസ്ഥ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് ആ ബോധ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് വർഗീയതയുടെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് BJP അകറ്റി നിർത്തണം എന്ന് മാത്രം ഒരു ഹിഡൻ അജണ്ട വെച്ചുകൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങളെല്ലാവരും കൂടെ കൈകോർത്ത് നിൽക്കുന്നു. അതിനപ്പുറം നിങ്ങൾക്ക് ഈ ഇന്ത്യയിലെ ജനങ്ങളുടെ ക്ഷേമത്തിലേക്ക് നിങ്ങൾക്ക് യാതൊരു ശ്രദ്ധയുമില്ലേ? പിന്നെ രണ്ടാമത്തെ, നമ്മുടെ കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ് ചോദിക്കുന്നത്. ഇവിടെ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി വന്നു, നമ്മുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് നിങ്ങൾ പറയുന്നു. എല്ലാം നമ്മൾ സമ്മതിച്ചു, ശരിയാണ്, ദേശീയ ശ്രദ്ധ കിട്ടുന്നുണ്ട്, വികസനം കൊണ്ടുവരികയും ചെയ്യും. അദ്ദേഹം ഇന്ന് വന്നിട്ട് 1 മണിക്കൂർ പോലും ഈ വയനാട്ടിൽ നിൽക്കാൻ സാവകാശം കിട്ടിയിട്ടില്ല. ഇനി അതിന് താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ബൂത്ത് തലത്തിൽ അതിനുള്ള പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു എന്ന്. വ്യക്തമാണ്, ചോദ്യം വ്യക്തമാണ്. ചോദ്യം കഴിഞ്ഞില്ല. എന്തുകൊണ്ട് സാറ് കഴിഞ്ഞ 10 വർഷം നിങ്ങളുടെ മെമ്പറാണ് ഈ വയനാട് ഭരിക്കുന്നത്, എന്തുകൊണ്ട് ഇവിടുത്തെ അടിസ്ഥാന വികസനത്തിന് പോലും മുൻകൈ എടുത്തില്ല? നിങ്ങളുടെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം എവിടെയായിരുന്നു? എന്തുകൊണ്ട് ഇതിന് ചോദ്യം കിട്ടണം? നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും പരാജയപ്പെട്ട ഭരണമായിരുന്നു. ഇന്ത്യയിലെ ദളിതർ ആക്രമിക്കപ്പെടുകയായിരുന്നു. അതാണോ മോദിയുടെ ഒരു ഞാൻ പറയട്ടെ, കന്നുകാലി കച്ചവടക്കാരെ ട്രക്കിൽ വലിച്ചിട്ട് കൊല്ലുകയായിരുന്നു. ലേഖനം എഴുതിയതിന്റെ പേരിൽ ഗൗരി ലങ്കേഷിനെ കൊല്ലുകയായിരുന്നു. എത്ര ആൾക്കാരെ വധിച്ചു നിങ്ങൾ? എത്ര ആൾക്കാരെ ആശയത്തോടെ യോജിപ്പുള്ള വധിച്ചു നിങ്ങൾ? ആ രീതിയിൽ RSSന്റെയും സംഘപരിവാറിന്റെയും മതേതര നിലപാടാണ് ഏറ്റവും വലുത്. ആരുമായിട്ട് യോജിക്കും അതെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള നിലപാടായിരുന്നു നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ നടന്നെന്ന് എല്ലാവർക്കും അറിയാം. കർഷകരെ വെടിവെച്ച് വന്ന ഗവൺമെന്റ് ആണ്. നിങ്ങളെ കർഷകർ വേർതിരിക്കുകയാണ്, ഇന്ത്യയിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ കേരളത്തിലാണ് 550 പേരെ മുക്കിക്കൊന്ന മനുഷ്യനിർമ്മിതമായിട്ടുള്ള പ്രളയം നിങ്ങളുടെ ഗവൺമെന്റിലേക്ക് മറുപടി ഞാൻ പറഞ്ഞതാണ്. അതിന് മറുപടി ഞാൻ പറഞ്ഞതാണ്. കൃത്യമായി കാര്യങ്ങൾക്കൊക്കെയുള്ള പരിഹാരം നേടി ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയതാണ്. പക്ഷേ സീറ്റ് കിട്ടാത്തതിന്റെ അറിയോ? അഖില കേസിലെ പ്രതികൾക്കെല്ലാം ജോലി കൊടുത്തു. തീർച്ചയായും നമ്മുടെ ഇവിടെ ചർച്ച ചെയ്തിരുന്ന വിഷയങ്ങളല്ല ഇവയൊന്നും. രാഹുൽ ഗാന്ധിയുടെ വരവ്, ഒപ്പം തന്നെ ഈ മണ്ഡലത്തിലെ വിഷയങ്ങൾ വരുന്ന ദിവസങ്ങളിലും ഈ വിഷയം സജീവമായി തന്നെ ചർച്ചയിലുണ്ടാകും. നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.